ഹലോ ഗൈസ്, വെൽക്കം ടു ഹെവൻസ് കിച്ചൻ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടൊരു പുട്ടും ചിക്കൻ കറിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മളുണ്ടാക്കുന്ന ഈ ചിക്കൻ കറി എന്ന് പറയുന്നത് ഇപ്പോൾ പുട്ടിന് വേണ്ടി മാത്രമല്ല, അപ്പോൾ ചപ്പാത്തിയുടെ കൂടി അപ്പത്തിൻ്റെ കൂടെ ഒക്കെ മാച്ചായി പോകുന്നത്. വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയാണ്. അതിൻ്റെ ഒപ്പം നമ്മളൊരു ബുൾസയും നമ്മൾ മുട്ടയെന്ന് പുട്ടിൻ്റെ കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്യാൻ പോവാണ്. അതിലിപ്പോൾ ഞാൻ കുക്ക് ചെയ്തിരിക്കുന്നത് ഒരു ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ആണ്. ശരിക്കും ഒരു എന്താ പറയുക, മുട്ട പുഴുങ്ങിയെടുത്ത ഒരു ടെക്സ്ചറിൽ തന്നെ വരും. ശരിക്കും നമ്മൾ ബുൾസൈ ആയിട്ട് തന്നെ വേണമെങ്കിൽ, എനിക്കത് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ്സ് ഒക്കെ മതിയായിരിക്കും. അത്ര സ്റ്റീം ചെയ്തെടുത്താൽ മതി പുട്ടിൻ്റെ ഒപ്പം. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ളത് നമുക്ക് വേഗം തന്നെ പോയി ഉണ്ടാക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം. ഒപ്പം ബെല്ലൈക്കൻ അമർത്തണം, നല്ല നോട്ടിഫിക്കേഷൻസ് ലഭിക്കുള്ളൂ. അതുപോലെ നമ്മുടെ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് എന്ത് ചെയ്യണം, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ, നമുക്ക് വേഗം തന്നെ പോയിട്ട് നമ്മുടെ ചിക്കൻ കറിയും ഒപ്പം നമ്മുടെ പുട്ടിലിട്ട ബുൾസയും നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 400 ഗ്രാമാണ് ചിക്കൻ എടുത്തിരിക്കുന്നത്. ബോൺലെസ് ചിക്കൻ എടുക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. എനിക്കത് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് എല്ലുള്ളത് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ ഒരു മീഡിയം തക്കാളിയുടെ പകുതിയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഒരു 7 വെളുത്തുള്ളി, ഒരു 20 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എനിക്ക് ചുവന്നുള്ളി താല്പര്യമില്ലാത്തൊരു സവോള എടുക്കാം. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ഒരു മീഡിയം സൈസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയ പീസ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്യണം. ചിക്കൻ ഒഴികെ കേട്ടോ, ചിക്കൻ ഒഴികെ നമുക്ക് ബാക്കി എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. ഞാനിതെല്ലാം ഒരു മിക്സിയുടെ ജാറിലിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി പേസ്റ്റായി അരച്ചെടുക്കാം. നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒന്ന് ചട്ടി നന്നായി ചൂടാക്കാം. നമ്മുടെ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നന്നായി ചൂടായിട്ട് നമുക്ക് അരച്ചു വെച്ച മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ എണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് മിക്സ് ഇട്ട് കൊടുക്കാം. ഒരു തരി വെള്ളം കൂടി വെച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പിട്ട് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് നന്നായി തിളക്കട്ടെ കേട്ടോ. നന്നായി തിളക്കണ്ട്. നമുക്കൊരു 1 മിനിറ്റ് നന്നായി ഒന്ന് തിളപ്പിക്കാം. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് നന്നായി പോട്ടെ. അപ്പോൾ ഇത് 1 മിനിറ്റ് നന്നായി നമ്മൾ തിളപ്പിച്ച് വെള്ളമൊക്കെ ഒന്ന് ചെറുതായി വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അത് മാറ്റാം കേട്ടോ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1.5 ടീസ്പൂൺ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി. എല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഈ ക്വാണ്ടിറ്റിയുടെ അളവ് ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളെടുത്ത് ചിക്കൻ 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചിക്കൻ്റെ അളവ് കൂടുമ്പോൾ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാത്തിൻ്റെ അളവ് മാറും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പരമാവധി നിങ്ങൾ ചുവന്നുള്ളി എടുക്കുക. ചുവന്നുള്ളിയും അതുപോലെ തന്നെ ചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. നന്നായി ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് ഒരു മിനിറ്റ് നന്നായി ഒന്ന് തിളപ്പിക്കാം. ലോ ഫ്ലെയിമിൽ തിളപ്പിച്ചാൽ മതി കേട്ടോ. ചട്ടിയായാലും നല്ലോണം ചൂടുണ്ടാവും. അപ്പോൾ ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് അടച്ചു വെച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ 1 മിനിറ്റ് നമ്മൾ നല്ലോണം തിളപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറി നല്ലോണം കുറുകി. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ ചെറുതായി കട്ട് ചെയ്യുന്നതാണ് നല്ലത് നമ്മൾ പുട്ടിലേക്ക് എടുക്കുമ്പോൾ.
ഇതല്ലാതെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കറിയായിട്ടും ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. ഞാൻ 2 യൂസാണ്, ചപ്പാത്തിയുടെ കൂടെ എടുക്കുന്നുണ്ട് കുറച്ച് കറി. അതുകൊണ്ട് തന്നെ ഞാൻ ബോൺലെസ് അല്ല എടുത്തിരിക്കുന്നത്, ബോണിൽ തന്നെ എടുത്തിരിക്കുന്നത്. പക്ഷേ ചിക്കൻ ഇത്തിരി ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് മുകളിൽ നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്താൽ മതി കേട്ടോ. ഇത് നിങ്ങൾക്ക് ചാറ് കറിയാണ് പ്രിഫർ ചെയ്യണത്, കാരണം ചപ്പാത്തിയുടെ കൂടെയൊക്കെയാണ് കൂടുതൽ ഇഷ്ടങ്ങൾ. അപ്പോൾ ഈ കറി നമ്മളല്ലേ ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ എടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണം കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിക്കാം കേട്ടോ ലാസ്റ്റിൽ. ഇത്തിരി ചാറ് കൂടുതൽ വേണ്ടവർക്ക് കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ മതി. ഇത്തിരി ഇനിയിപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും, അത്യാവശ്യം ചാറൊക്കെ ഉണ്ടാവും ഇതിൽ. അപ്പോൾ നമുക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ തികച്ചെടുത്തിട്ടില്ല കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ ചട്ടിയിൽ ഇരുന്ന് കുറുകി അങ്ങോട്ട് വേവട്ടെ കേട്ടോ. നമുക്കിത് അടച്ചിട്ടാം. ലോ ഫ്ലെയിമിൽ നമുക്കിനി നന്നായി ഒന്ന് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ കറി റെഡി ആവണ ആ ടൈം കൊണ്ട് നമുക്ക് പുട്ടിന് ഉള്ളത് പൊടി നമുക്ക് കുറച്ച് വയ്ക്കാം. അപ്പോൾ ഞാൻ വളരെ കുറച്ച് എടുക്കണുള്ളൂ കേട്ടോ, 2 പേർക്കുള്ളതാണ് എടുക്കണുള്ളൂ. ഞാൻ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കണേ. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ അരിയുടെയാണ് പുട്ടുപൊടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുറവ് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അത് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ചിക്കൻ നല്ലോണം അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തുറന്ന് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്നുകൂടി ഒന്ന് പറ്റിച്ചെടുക്കാം. നമ്മൾ പുട്ടിലല്ലേ ഇടുന്നത്. അപ്പോൾ ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ എടുക്കണമെങ്കിൽ അതാ ഇവിടെ വെച്ച് നിർത്തിക്കോ. ചിക്കൻ അത്യാവശ്യം വെന്തു, അത്യാവശ്യം ചാറുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കണം, തേങ്ങ അരയ്ക്കണം എന്ന് തോന്നിട്ട് നല്ല കട്ടി ചാറുണ്ട് അത്യാവശ്യം. അപ്പോൾ ചപ്പാത്തി, അപ്പം ഇതൊക്കെയാണ് എടുക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് നിർത്തുക കേട്ടോ. ഫിനിഷ് ചെയ്തു. ഇതിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ പുട്ടിനുണ്ടാക്കുന്ന കാരണം ഒന്ന് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്നുകൂടി നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം ഒന്നുകൂടിയും പറ്റിയിട്ടുണ്ട്, നല്ല കട്ടി ചാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചട്ടിയിൽ ഒന്നുകൂടി വെക്കുന്ന കാരണം ഒന്നുകൂടി ഇത് വറ്റുണ്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ 1 മിനിറ്റാണ് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തത്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല കട്ടിയുണ്ട്. അപ്പോൾ അത് പൊറോട്ടയുടെ കൂടെയൊക്കെ ആണെങ്കിലും നല്ല സൂപ്പറായിട്ട് ഈ സംഭവം. എരിവ് ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ കറക്റ്റാണ്. എരിവ് അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. അപ്പോൾ തീരെ എരിവ് കുറവല്ല, ഭയങ്കര എരിവെന്ന് പറയാനില്ല, അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പോൾ എരിവ് അധികം താല്പര്യം ഇല്ലാത്തവർ ഒന്നെങ്കിൽ മുളക് പൊടി നമ്മൾ 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ കുരുമുളക് പൊടിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇത് ഈ ഒരു എരിവ് അത്യാവശ്യം എരിവുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ ഇഷ്ടമുള്ളവർ 1-1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയൊക്കെ ഇടാം. അപ്പോൾ ചിക്കനൊക്കെ നന്നായി വെന്തു. നമുക്കിനി ഇതിന് മുകളിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്കിത് ഇങ്ങനെ തന്നെ ഒന്ന് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ അവിടെ റെഡിയായി നമ്മളിത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് നമ്മൾ പുട്ടുണ്ടാക്കാൻ. അപ്പോൾ നമുക്കിനി പുട്ടിൻ്റെ മിക്സ് തുടങ്ങാം. അപ്പോൾ നമുക്ക് നമ്മുടെ പുട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് അധികം ഇടണ്ടേ. നമുക്കിനി കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. ഒരു പിടി പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒന്ന് സെറ്റ് ചെയ്യാം. ഇങ്ങനെ അമുക്കി കൊടുക്കാം. ഒന്ന് സൈഡിലേക്ക് പുട്ടിങ്ങനെ ആക്കി നടുക്കിൽ ഒരു ചെറിയ കുഴി വരണ പോലെ. അപ്പം അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തു. നമുക്കിനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചങ്ങോട്ട് ഒഴിക്കാം. ചെറിയ മുട്ടയാണ് കേട്ടോ, തോടൊന്ന് വീഴാതെ കഴിക്കുമോ, പൊട്ടിക്കാതെ. അവിടെ മുട്ട അങ്ങനെ ഒഴിച്ചു. ഈ സൈഡിലേക്കൊക്കെ പോട്ടെ. നമുക്കിനി ഇതിന് മുകളിലേക്ക് ഒരു തരി ഉപ്പിട്ട് കൊടുക്കാം, മുട്ടയ്ക്ക് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ ഒരു തരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. നമ്മുടെ ബുൾസൈ പൊട്ടാതെ നമുക്ക് കുറച്ചുകൂടി പൊടി മെല്ലെ ഇട്ട് കൊടുക്കാം.
കുറേശ്ശെ ഇട്ടിട്ട് കൊടുക്കാം. ഓക്കെ, നമുക്കിതിന് മുകളിലായിട്ട് കുറച്ച് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. ചെറിയ പീസ് നോക്കിയിട്ട് ഇടണേ. ഇത്തിരി ചാറോട് കൂടി ചെറിയ പീസായിട്ട് നമുക്ക് ഇടാം. നമ്മുടെ പുട്ട് ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തത്. ഇതൊരു പ്ലേറ്റിലേക്ക് മറിക്കാം അല്ലേ? ഓപ്പൺ ചെയ്യാം. നല്ല ആവി പറക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് മറിക്കാം. ഇങ്ങനെ മറിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് പ്ലേറ്റ് ഇങ്ങനെ വെച്ചിട്ട് മെല്ലെ എടുക്കാം കേട്ടോ. ചില്ലൊക്കെ അതവിടെ വേണ്ട. അപ്പം അങ്ങനെ നമ്മുടെ ഇതാ പുട്ട് റെഡി ആയിട്ട് നല്ലോണം ആവി പറക്കുന്നുണ്ട്. കണ്ടില്ലേ, നമ്മുടെ പുട്ട് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ പുട്ട് ഇത് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ഹെവി ആയിട്ടുള്ള ചിക്കൻ കറി ഒന്നല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. എന്നാൽ അതിന് നല്ല ടേസ്റ്റ് ഉണ്ട് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ. ഈ ടൈപ്പ് ഓഫ് ചിക്കൻ കറി എന്ന് പറയുമ്പോൾ എന്താ പറയുക, നല്ല തിക്കായിട്ടുള്ള ചാറൊക്കെ നമ്മൾ കടലക്കറിയൊക്കെ മാറി നിൽക്കും സത്യം പറഞ്ഞാൽ. അപ്പോൾ അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ള നമ്മുടെ ചിക്കനും പുട്ടും ഒപ്പം ഒരു ബുൾസൈ. അപ്പോൾ ലാസ്റ്റ് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ബുൾസൈ പുട്ട് അല്ലെങ്കിൽ ചിക്കൻ ബുൾസൈ പുട്ട് ഇഷ്ടപ്പെട്ട് എന്ത് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനൽ ഇത് ആദ്യമായിട്ട് കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് കേട്ടോ. അപ്പോൾ ബെല്ലൈക്കൺ അമർത്തണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു കിടിലനായിട്ട് വരാം. അപ്പോൾ അതുവരെ ടേക്ക് കെയർ, കിസ് മൈ ഓൾവേസ്, ബൈ ബൈ.